ഹായ്, ഈ ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സം ക്യാഷ്വൽ ടോക്സ്, നമ്മൾ കുറച്ച് നോർമൽ ആയിട്ടുള്ള സംസാരവും അതിലൂടെ നമുക്ക് കുറച്ച് മൈൻഡിനെ പറ്റിയിട്ടും നമ്മളെ ബോഡിയെ പറ്റിയിട്ടും നമുക്ക് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ഏതൊരു പടത്തിൽ മോഹൻലാൽ പറയുന്ന പോലെ എന്നെ അറിയുന്നവരോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ത്, ഞാനൊരു ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനറാണെന്ന്. അപ്പം എൻ്റെ ട്രെയിനിങ് കരിയറൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ എന്താ പറയുക ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പാണ് ഉണ്ടായൊരു എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ ഒരു കസിനുമായിട്ട് ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, ആള് കുറച്ച് ഏജ് പറഞ്ഞ ഒരു 35 വയസ്സേ ഉള്ളൂ. പക്ഷെ ആൾ പറയുന്നത് എങ്ങനെ വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പറയുന്നത്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഇത് നല്ല ഏജ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ എന്നുള്ളതാണ്. ബട്ട് എൻ്റെ ഒരു ഏജ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പം ഞാൻ വരെ എന്ത് പറയും എൻ്റെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ്, എൻ്റെ 4ാം ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ ആൾ പറഞ്ഞിട്ടുള്ള വലിയൊരു കൺസേൺ ആണ് എന്ത്, എനിക്ക് കുട്ടിക്കാലത്ത് ഒന്നിനെയും പേടിയില്ലേ. അതായത് ഒരു 10-15 വയസ്സ് 20 വയസ്സ് നമ്മൾ പൊട്ടിത്തെറിപ്പിൻ്റെ ഒരു പ്രായം, ഒരു ടീനേജ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ധൈര്യം, ഭയങ്കര ചങ്കൂറ്റേഞ്ഞ്. പക്ഷേ ആഫ്റ്റർ ഒരു മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായി, അത് കുറച്ചൊന്ന് കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആയ സമയത്ത് എനിക്ക് ഒരുപാട് ഫിയേഴ്സ് കയറി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അങ്ങനെ കയറി വന്ന ഫിയേഴ്സ് എന്താണെന്ന് ചോദിച്ചു, അറിയാനൊരു ക്യൂരിയോസിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞൊരു ഫിയർ എന്താണെന്ന് വെച്ചാൽ, ആള് ആദ്യം ഭയങ്കര ശക്തിയായിട്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന പുഴയിൽ എന്ത് ചെയ്യുന്നു, ചാടുകയായിരുന്നു. ഭയങ്കര ഹൈറ്റിൽ നിന്ന് ചാടിയിട്ട് നീന്തി അക്കരെ കയറും. ഓക്കെ, ഇതാളൊരു ഹോബി. അതായത് ചെക്കന്മാരൊക്കെ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ കലങ്ങി വരുന്നൊരു വെള്ളം ഉണ്ടല്ലോ, അതിൽ പോയി ചാടുക. അങ്ങനത്തെ ഒരു ഹോബിയുള്ള ആളായിരുന്നു മുമ്പ്. അപ്പം അതിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ആ ഒരു സംഭവം എന്ത് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ ഭയങ്കര ഫിയറാണ്. അന്ന് ചാടിയത് ആലോചിക്കുമ്പോൾ ഇപ്പം പേടിയാണ്. ഇപ്പം എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ അടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിനോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ അടുത്ത് ഞാൻ പോയി നോക്കിനി, പക്ഷേ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ ആ ഒരു ആഴത്തിലേക്കൊക്കെ പോകാൻ ഭയങ്കര ഒരു പേടി, എൻ്റെ ബോഡി എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഫിയർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ സംസാരിക്കണം എത്തിയാൽ വെറുതെ ഇങ്ങനെ ചോദിക്കും, ക്യാഷ്വലായിട്ട് ചോദിക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണെങ്കിൽ ഈ പേടി ഞാൻ മാറ്റിത്തരാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, ആൾക്കൊരു മോനുണ്ട്. അപ്പം മോനൊരു ഏകദേശം ഒരു 4-5 വയസ്സ്. ഈ 5 വയസ്സുള്ള മോൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകാന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ആക്സിഡൻ്റലി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോവാണ്. അവിടെ വേറെ ആരുമില്ല, രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും വേറെ ഒന്നും ആലോചിക്കില്ല, ഞാൻ എടുത്ത് ചാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പേടിയില്ലേ, വെള്ളത്തിലിറങ്ങാൻ പേടിയല്ലേ, മുങ്ങൂലേ, നിങ്ങളെ ബോഡി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങേണ്ട സിറ്റുവേഷൻ അല്ലേ, ഇത് അത്യാവശ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ആൾക്ക് വന്നിട്ടുള്ള ചില റിയലൈസേഷൻസ് ആളിനോട് ഇങ്ങോട്ട് ഷെയർ ചെയ്തതാണ്. അങ്ങനെയാണല്ലേ, നമ്മൾ ചില പേടികളൊക്കെ ചില സിറ്റുവേഷൻസിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് സത്യമാണ്. നമ്മൾ ചില പേടികളും ചില കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ നമുക്ക് ചില ഏരിയകളിൽ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നീഡഡാണ്, ഇതെന്തായാലും ലൈഫിൽ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സംഗതിയിൽ പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പേടിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ തെറ്റോ വാട്ടർ ദോസ്റ്റിങ്ങോ ഇതൊന്നും കയറി വരില്ല എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പേടികൾ ഉണ്ടെങ്കിൽ ആ പേടികളിൽ അധികം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്കൊരു നെസസറി ഫീല് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ലൈഫിൽ ഫീൽ ചെയ്യുന്ന ചില പേടികളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള പേടികളാണോ അതോ റിയലായിട്ട് എന്നെ പിടിച്ചിരുത്തുന്ന പേടികളാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നാളെ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ലെസണുമായിട്ട് ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനറാണ്. എന്താണ് മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി. ഇൻ കേസ് നിങ്ങൾ കയറി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.